പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ ഏതെല്ലാമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 4ഉം, അതായത് സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന 2 കമ്മിറ്റികളാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന പാസാക്കപ്പെട്ടത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായത്, ബാക്കിയെല്ലാം തെറ്റായ